എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പണിംഗ് ആയിട്ട് കുറച്ച് താഴെ വന്നു. ഇവിടുന്ന് സ്ക്രീനിൽ നോക്കി അറിയാം സി പി ആറിൻ്റെ ടോപ്പ് ലെവലിൽ വന്ന് ജസ്റ്റ് ടച്ച് ചെയ്തു. അതിനുശേഷം തിരിച്ച് കയറിപ്പോയി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയതിന് ശേഷം ഒരു പ്രാവശ്യം പോലും അത് എന്ത് ചെയ്തില്ല, അതിന് താഴോട്ടിറങ്ങി വന്നില്ല. ഹൈയിൽ തന്നെ സ്റ്റേ ചെയ്യുമായിരുന്നു. പക്ഷേങ്കിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് അപ്ലോട്ടും അതിന് ശേഷം കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ലെവല് നാളെ ഇന്നെടുത്ത ഹൈ വന്നിട്ടൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആകാൻ ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ചിറങ്ങാനാണ് ചാൻസ് കാണുന്നത്. എന്തായാലും നോക്കാം. നാളെ നമുക്ക് മാർക്കറ്റുണ്ട് 2 മണിക്കൂറത്തേന്. അപ്പോൾ നിങ്ങളത് കൂടുതലും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇൻട്രാഡേ വിൽക്കാറുള്ള ബ്രോക്കേഴ്സൊന്നും അലൗഡ് ആയിരിക്കത്തില്ല. പറ്റുന്നവരെ ചെറിയ രീതിയിൽ ട്രേഡ് എടുക്കുക. നിഫ്റ്റി വന്നിട്ട് നാളെ ഇന്നത്തെ ഹൈ നല്ലൊരു റെസിസ്റ്റൻസ് ആകാനാണ് ചാൻസ് കൂടുതൽ. അവിടെ നിന്ന് സെല്ലിങ് വരാൻ ചാൻസ് കൂടുതൽ, അത് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ 1, 2, 3 ഈ ഒരു ലെവൽ പ്രീവിയസ് ഡേ, അതായത് ഇന്നത്തെ ഹൈയുടെ മുകളിൽ ട്രേഡ് ആയാലും തിരിച്ച് താഴെ ഇറങ്ങാൻ തുടങ്ങിയാൽ ചിലപ്പം നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ് ബാങ്ക് നിഫ്റ്റിയിലും. അപ്പം നാളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷെയറുകൾ എടുത്തിട്ടുണ്ട്. 13 ഷെയർ എടുത്തിട്ടുണ്ട്. അതിൽ ഈ എൻഡുറൻസ് ടെക്നോളജി എന്ന് പറയുന്ന ഷെയർ ഒരു ആവറേജിനെക്കാട്ടി ഒരു 50 രൂപയോളം താഴെയാണ്. അപ്പോൾ നാളെ ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ വരുവാണെങ്കിൽ ചാൻസ് എടുക്കുക. പിന്നെ കണ്ടെയ്നർ കോർപ്പറേഷൻ ശ്രദ്ധിക്കുക. ഈ പ്രീവിയസ് ഡേ ഹൈ അതല്ല എങ്കിൽ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ ബ്രിഗേഡ് 1200 റൗണ്ട് ഫിഗറിൽ ട്രേഡ് ആയിട്ടുണ്ട്. നാളെ ഇത് ഒന്നുകിൽ ചിലപ്പോൾ 1210 ആ റേഞ്ചിലൊക്കെ പോയിട്ട് 1200 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഷെയറിനകത്ത്. പക്ഷേ 1 മണിക്കൂർ വെച്ച് ആകെ 2 മണിക്കൂറാണ് ട്രേഡിംഗ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ശ്രദ്ധിച്ച് വേണം ട്രേഡ് എടുക്കാൻ. വോളിയം ഇല്ലയെന്ന് കണ്ടാൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അതിനുശേഷം ക്രോംപ്ടൺ ഗ്രീവ്സ് നല്ല റിസൾട്ടാണ്. അത് 400 മുകളിൽ പോയിട്ട് ഈ 398.80 താഴോട്ടിറങ്ങുകയാണെങ്കിൽ സെല് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുപോലെ ഗോഡ്ഫ്രേ ഫിലിപ്സ് ശ്രദ്ധിക്കുക. ക്ലോസിംഗ് ഒരു 3992 ചിലപ്പോൾ നാളെ ഒരു 4100 ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ 4100 താഴെ നമുക്ക് ഒരു പ്രാവശ്യം, അത് ലെവലല്ല പക്ഷേ ഒരു കാൽക്കുലേഷനാണ്. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ വെച്ച് നമുക്ക് അതിൻ്റെ ആവറേജ് 3992 നല്ലൊരു ഹൈ ആണ് എത്തിയത്. അപ്പോൾ നാളെ ചിലപ്പോൾ ഈ ആവറേജിന് മുകളിലൊരു ഈ വലിയ ഷെയർ ആയതുകൊണ്ട് ഒരു 2%, 3% ചിലപ്പോൾ കയറി നിന്നാൽ സെല്ലിങ് ഉറപ്പായിട്ടും വരും ഈ ഷെയറിനകത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു 3% എന്ന് പറയുമ്പം 120 രൂപ ആ റേഞ്ചാണ്. അങ്ങനെ അതുകൊണ്ടാണ് 4100 മുകളിൽ ട്രേഡായിട്ട് 4100 റേഞ്ചിന് താഴോട്ട് ഇറങ്ങി നിൽക്കാൻ തുടങ്ങിയ ചാൻസ് നല്ലതായിട്ട് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നീട് ഇതിൽ ഈ സിസ്റ്റം എന്ന് പറയുന്ന ഷെയർ ഈ 506 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലതാണ്. അതല്ല 500 മുകളിൽ പോയിട്ട് 497 കട്ടിയാണെങ്കിലും നമുക്ക് ചാൻസ് എടുക്കാം. M&M നല്ല റിസൾട്ട് തന്നതാണ്. അതിൻ്റെ മാനേജ്മെൻറ്റ് കമൻട്രിയും ഒക്കെ നല്ലതാണ്. എനിക്ക് തോന്നുന്നത് അധികം ഇറങ്ങാൻ ചാൻസ് ഇല്ല. പക്ഷേങ്കിൽ ഇന്നത്തെ ആവറേജ് 2519 അപ്പോൾ 2530 ഒക്കെ പോയിട്ട് ഈ 2519 ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് ഒരു 40 രൂപ റേഞ്ചിലോട്ട് താഴെ തരാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹൈ വോളറ്റൈലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ബൈയിങ് സെല്ലിങ് ഏകദേശമെങ്കിലും കറക്റ്റ് റേഞ്ച് എടുത്തില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. ഇപ്പോൾ നമ്മൾ ലെവലിന് തൊട്ട് താഴെ എൻട്രി എടുക്കാതെ ഒത്തിരി താഴെ പോയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ലോസ് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എൻട്രി എടുക്കാതിരിക്കുക. അല്ല കറക്റ്റ് ലെവലിനടുത്തൊക്കെ വെച്ച് നമുക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കുക. അപ്പം MOയിലാണെങ്കിൽ അപ്പർ സർക്യൂട്ടായിരുന്നു. ഈ ISMT എന്ന് പറയുന്ന ഈ ഷെയർ
അതും അപ്പർ സർക്യൂട്ടാണ്. ഇത് വന്നിട്ട് 140 ആ റേഞ്ചിലൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നാളെ ഒരു ചാൻസ് എടുക്കും. ഇന്ന് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു, നല്ല വോളിയുണ്ട്, 1,22,00,000 വോളിയുണ്ട് പൊസിഷനകത്ത്. നാളെ നോക്കുക, ചിലപ്പോൾ ASM ലിസ്റ്റ് വരാനും ചാൻസ്. ASM ലിസ്റ്റ് വന്നാൽ ചിലപ്പോൾ ഹൈയിൽ വന്നിട്ട് നല്ലതായിട്ട് ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും അന്നേരത്തെ സാഹചര്യം അനുസരിച്ച് വേണം ട്രേഡ് എടുക്കാൻ. ഇന്ത്യൻ ഹ്യൂവും ഈ ഹൈയും R1-ഉം ഏകദേശം അടുത്തടുത്ത്. അപ്പോൾ ഈ റേഞ്ചിൽ വന്നിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും നോക്കിയെടുക്കുക. നാളത്തെ ദിവസം ഈ ഇൻട്രാഡേ കിട്ടുന്നവർക്ക് ചെറിയ രീതിയിൽ ട്രേഡ് എടുക്കുക, ബാക്കിയുള്ളവരെ അങ്ങനെ വിട്ടേക്കുക. കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത കുറേ ഷെയറുകളാണിത്. ഇതിനകത്ത് കുറേ ഷെയറുകൾ നമുക്ക് നല്ല ചാൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈ തിത്താഗ്ര, കിർലോസ്കർ ബ്രദറെ, ഒബ്രോയ് റിയാലിറ്റി, പിന്നെ MRTech ഓപ്പണിങ്ങിലെ ഡൗൺ സർക്യൂട്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് ചാൻസ് ഇല്ല. ട്രൈ ടർബൈ നല്ല ചാൻസ് തന്നിട്ടുണ്ട്. അപ്പോളോ ടയർ ഞാൻ ഈ പറഞ്ഞ ഈ റേഞ്ചിൽ നല്ലൊരു ചാൻസ് തന്നിട്ടുണ്ട്. കുറച്ച് ഷെയർ ഞാൻ കാണിച്ചു തരാം. കിർലോസ്കർ ബ്രദർ ആദ്യം കാണിക്കാം. കിർലോസ്കർ ബ്രദർ 1794, അതിൻ്റെ ആവറേജ് 1862 താഴെ പോകണമെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കുക. ഇതിനകത്ത് ഹൈ അടിക്കുന്നില്ല. നമ്മൾ 1860 ഇതുണ്ടല്ലേ 73, 1862 റേഞ്ചിൽ നിന്ന് ഒരു എൻട്രി എടുത്താൽ നമുക്ക് ഹൈ ഈ 1890 ലോ ഹൈ എത്ര 92 സംതിങ്. അപ്പോൾ ഈ റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് ഏകദേശം 100 രൂപയ്ക്ക് അടുത്ത് താഴെ വരുന്നുണ്ട്. അതിന് ശേഷം പിന്നെ തിരിച്ച് കയറുക ചെയ്തിട്ടുണ്ട്. നല്ല മൂവ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് 62 അടുത്ത് വന്നു, അല്ല 74 വരെ വന്നിട്ടുണ്ട്. പിന്നെ അത് 62 താഴെ പോകുമ്പോൾ നമ്മൾ എൻട്രി എടുത്ത് ഇവിടെയും കിട്ടുന്നുണ്ട്. 10-30 രൂപ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതിനുശേഷം തിത്താഗ്ര എന്ന് പറയുന്ന ഷെയർ, പക്ഷെ മൂവ്മെൻറ്റ് ഹെവിയാണ് എല്ലാ ഷെയറിനകത്തും. വൺ സൈഡ് മൂവ്മെൻറ്റ് കുറച്ച് ഷെയർ ഇത് കണ്ടില്ലേ. ഈ ഷെയർ തിത്താഗ്ര ഓപ്പണിങ്ങിൽ തന്നെ R2-ന് മുകളിൽ പോയി, അതിനുശേഷം R2-ന് താഴെ ഇറങ്ങിയപ്പോൾ ഇവിടെ എൻട്രി എടുത്താൽ മതി. 1286 എടുത്താൽ 1308 സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. ഇവിടെ എടുത്താൽ ഒരു 10 മിനിറ്റ്സിൽ നമുക്ക് 1261 ഏകദേശം ഇവിടുന്ന് 26 രൂപയ്ക്ക് അടുത്ത് തരുന്നുണ്ട്. വീണ്ടും അത് ആ ലെവലിന് മുകളിൽ കയറിയിട്ട് അതിന് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും വരേണ്ടി എടുത്താൽ നല്ല ഹെവി പ്രോഫിറ്റാണ് താഴോട്ട്. ഏകദേശം 75-80 രൂപ പ്രോഫിറ്റ് അത് തരുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചാൻസ് വന്ന ഷെയറുകളെ ട്രൈ ടർബൈൻ റിസൾട്ട് നല്ലതായിരുന്നു. അത് ലെവലിന് മുകളിലാണ് ഓപ്പൺ ചെയ്തത്. 2 പ്രാവശ്യം നല്ല ചാൻസ്. ഇത് കണ്ടില്ലേ 600 R3-യുടെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് 641 റേഞ്ച് നമ്മൾ എൻട്രി എടുത്താൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ 617, 23-24 രൂപ പ്രോഫിറ്റ്. വീണ്ടും തിരിച്ച് വൺ സൈഡ് കയറി വരുമ്പോൾ ഹൈ അടിക്കുമ്പോൾ അടുത്ത ലെവൽ വന്നിട്ട് ഇറങ്ങും. നമുക്ക് അടുത്ത ലെവൽ വന്നു ഇറങ്ങി. നമ്മളപ്പോൾ 652-50 റേഞ്ച് വരെ എൻട്രി എടുത്താൽ നമുക്ക് നോക്കി 626, അതെ 625-26 രൂപ പ്രോഫിറ്റ്. വീണ്ടും നമുക്ക് നല്ല ചാൻസ് 2 പ്രാവശ്യം തന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അപ്പോളോ ടയർ ആവറേജ് 96.40 സംതിങ്. അപ്പോൾ അത് 501 വരെ വന്നു. നമ്മൾ ഈ 500 താഴെ ഇറങ്ങുമ്പോൾ എടുക്കാം. പക്ഷേങ്കിൽ നമ്മൾ കറക്റ്റ് നമുക്ക് ഒരു എൻട്രി തന്നെ 496 എടുത്താൽ നമുക്ക് 487, 9 രൂപ, 486, 10 രൂപ പ്രോഫിറ്റ്. പിന്നെ ആ റേഞ്ചിൽ തന്നെ താഴെ മുകളിലോട്ട് പോകുന്നില്ല. അപ്പോൾ അതിനകത്ത് നല്ലൊരു പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പിന്നീട് ബ്രിഗേഡ് അതിനകത്ത് ചാൻസ് ഇല്ലായിരുന്നു. ബ്രിഗേഡ് 10 രൂപയൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ വേണമെങ്കിൽ ബ്രിഗേഡ്
നോക്കിയിരുന്ന് ഇതുണ്ടല്ലേ, ഇവിടുന്ന് 65 എന്നത് 47, 10 15-16 രൂപ പ്രോഫിറ്റ് താഴെ കാണിച്ചിട്ടുണ്ട് ഷെയർ. അതിനുശേഷം ഫെബ്രുവരി ഈ ബ്ലൂ സ്റ്റാറിനകത്തും താഴോട്ടായിരുന്നു, പക്ഷേ നമ്മൾ പറഞ്ഞ റേഞ്ചൊന്നും വന്നിട്ടില്ല. PSP പ്രൊജക്റ്റ് തന്നോ എന്നൊരു സംശയം. PSP പ്രൊജക്റ്റ് ഫുൾ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന ട്രേഡാണ്. മുകളിൽ ട്രേഡാണ്, താഴെ വരും അങ്ങനെ. പക്ഷേ ഇവിടെ ഈ റേഞ്ചിൽ നിന്നൊക്കെ ഒരു എൻട്രി എടുത്ത് 692 എൻട്രി എടുത്ത് 695 മുകളിലൊരു സ്റ്റോപ്പ് ലോസ് ഇടുവാണെങ്കിൽ 682 വരെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ കൺഫ്യൂഷൻ അടുപ്പിച്ച് നമ്മളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ച കളയും. അതാണ് കുഴപ്പം. 1-2-3 രൂപ പ്രോഫിറ്റിൽ കട്ട് ചെയ്യിപ്പിച്ച കളയും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് ട്രേഡിങ്ങിന് കിട്ടിയ ഷെയർസ്. അപ്പോൾ നാളെ ട്രേഡ് എടുക്കുന്നവർക്ക് നല്ല പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. സൂക്ഷിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.